തൊടുപുഴയിൽ പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാണ് ജോസഫ് ഗ്രൂപ്പ് ഒരു പരീക്ഷണത്തിന് വരുന്നത്. ശക്തമായ ഒരു എതിർ ചേരി കൂടി രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. തൊടുപുഴ കുറെ നാളുകൾക്ക് ശേഷം ഒരു പോരാട്ടത്തിലേക്ക് പോകുന്ന ഒരു ഫീല് കൂടി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ട്. സ്വാഗതം. നമ്മുടെ ആധുനിക തൊടുപുഴയുടെ ശില്പി, ഒരു തലമുറ മാറ്റം വളരെ ഭദ്രമായി അപ്പു ജോൺ ജോസഫിലേക്ക് നടത്താൻ പോകുന്നു. മറ്റ് നിയമസഭാ മണ്ഡലങ്ങൾ, സമീപ മണ്ഡലങ്ങളായ മൂവാറ്റുപുഴയാകട്ടെ, ഇടുക്കി ആവട്ടെ, എറണാകുളത്തിന്റെ റൂറൽ ഏരിയയിലുള്ള മണ്ഡലങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ തൊടുപുഴ എറണാകുളത്തെ പോലെ പ്രോഗ്രസീവായി പോകുന്ന ഒരു മണ്ഡലം എന്ന് പറഞ്ഞ് വലിയ ക്യാമ്പയിനുകളാണ് സൈബറിടങ്ങളിൽ ജോസഫ് ഗ്രൂപ്പും UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് തൊടുപുഴയിലെ താങ്കളുടെ ഒരു പ്രതീക്ഷ? ചുരുങ്ങിയ ദിവസങ്ങൾ കൂടിയുള്ളൂ. തൊടുപുഴയിൽ വികസനം നടന്നിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന വികസനം അത് പോരാ നാടിന്. പ്രത്യേകിച്ച് തൊടുപുഴയെ സംബന്ധിച്ച് ഇഷ്ടംപോലെ ബൈപ്പാസുകൾ ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്താണ്? 10-15 വർഷങ്ങൾക്ക് മുൻപ് യാഥാർത്ഥ്യമായ ബൈപ്പാസുകൾക്ക് ചുറ്റും കെട്ടിടങ്ങളും വലിയ രീതിയിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകളുടെ ഒരു വലിയ കൂടായിട്ട് ഈ തൊടുപുഴ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പലപ്പോഴും അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി പല ഘട്ടങ്ങളിലും സൃഷ്ടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതൊരു കാർഷിക മേഖലയാണ്. തൊടുപുഴ ടൗൺ വിട്ടേച്ച് തൊടുപുഴയുടെ മറ്റു പഞ്ചായത്തുകളിലേക്ക് ചെന്നാൽ എന്താ അവസ്ഥ? അവിടെ ഇതിൻ്റെ എന്തെങ്കിലും ഉണ്ടോ? പക്ഷേ തൊടുപുഴയ്ക്ക് എല്ലാം ഉണ്ട്. അപ്പം ഒരു നഗരപരിധിക്ക് വിട്ട് നഗരത്തിനപ്പുറത്തേക്കുള്ള സാധ്യതകളെ ഉപയോഗിക്കുക. ഞാൻ ഇവിടെ ആദ്യം മുതൽ തൊടുപുഴയിൽ വന്ന ദിവസം മുതൽ സൂചിപ്പിക്കുന്ന ഒരു വാചകം ഇത്രയേ ഉള്ളൂ. തൊടുപുഴയെക്കുറിച്ച് എൻ്റെ മനസ്സിലേക്ക് വന്നു വരുന്നത് സാധ്യതകളുടെ ഒരു വലിയ ലോകമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇടുക്കി ജില്ലയുടെ ഒരു ലോവർ ബേസ്, ഈ ലോവർ ബേസിൽ നിന്നുകൊണ്ട് ടൂറിസത്തിൻ്റെ എല്ലാ സാധ്യതകളും പൂർണ്ണമായും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കേരളത്തിൻ്റെ തന്നെ സൗന്ദര്യത്തിൻ്റെ യഥാർത്ഥ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയാണ്. ആ ജില്ലയിലെ ഒരു കവാടമായിട്ട് ഇന്ന് ഈ തൊടുപുഴ മാറേണ്ടപ്പോൾ ഇവിടെ അതിനുള്ള സാഹചര്യങ്ങളുണ്ടോ? അല്ലെങ്കിൽ ഈ ടൂറിസത്തിൻ്റെ എന്തെല്ലാം സാധ്യതകളെ ഉപയോഗിക്കാനായിട്ടാണ്? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആധുനികമായ ചില ലോകരാഷ്ട്രങ്ങളിലേക്ക് ഒക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മളൊരു ഡിസ്ട്രിക്റ്റിലേക്ക് കയറുമ്പോൾ ആ ഡിസ്ട്രിക്റ്റിന് ആവശ്യമായ വിധത്തിലുള്ള വലിയ ടൂറിസം പാക്കേജുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ തൊടുപുഴ, എറണാകുളത്തുനിന്ന് തൊടുപുഴ വരുമ്പോൾ തന്നെ നമ്മൾ ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്? തേക്കടിക്ക് പോകണോ, മൂന്നാറിന് പോകണോ? അതിനെക്കുറിച്ചൊരു ആശയവിനിമയം നടത്താൻ, അല്ലെങ്കിൽ ഇത് മനുഷ്യൻ എവിടെയെങ്കിലും കേട്ടുകേൾവികളുടെ അടിസ്ഥാനത്തിൽ പോകാം. കൃത്യമായ രീതിയിൽ ടൂറിസവുമായി ബന്ധപ്പെടുത്തുന്ന പദ്ധതികൾ എന്തെല്ലാമാണ്? അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ടൂറിസം മാത്രമല്ലല്ലോ. ഈ തൊടുപുഴയെ സംബന്ധിച്ച് ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഉടുമ്പന്നൂർ ചെന്നപ്പോൾ അവിടെ ഒരു ഗ്രാമത്തിൽ അവിടെ നിരവധിയായ വനിതകൾ ഒരുമിച്ച് ചേർന്ന് നാടൻ ചക്ക വെട്ടിയൊരുക്കി അതിൻ്റെ ചക്കക്കുരു 4ആയി കീറി വിവിധ ലോകങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് അവിടെ നിന്ന് അവർ വന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണത്? അപ്പോൾ നാട്ടിലെ നമ്മുടെ ഗ്രാമീണ കർഷകർക്ക് അവരുടെ വിളകൾക്ക് ആവശ്യമായ വിധത്തിൽ വലിയ രീതിയിൽ കർഷകരുടെ പുതിയ സാധ്യതകൾ തുറന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. എറണാകുളത്തിൻ്റെ സാധ്യതകൾ, പ്രത്യേകിച്ച് IT ഹബ്ബ് പോലുള്ള അല്ലെങ്കിൽ നമ്മുടെ വൈറ്റില പോലുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകൾക്ക് ഇങ്ങോട്ട് വരാൻ ഇപ്പോഴും 2-2.5 മണിക്കൂർ എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിച്ചാൽ ഇവിടെ ഈ എറണാകുളത്ത് നിന്ന് തൊടുപുഴയിലേക്ക് ഇവിടെ വന്ന് കുറഞ്ഞ ചെലവിൽ താമസിച്ച് ആവശ്യമാണെങ്കിൽ തിരിച്ച് ജോലി ചെയ്യാം. നേരെ മറിച്ച് എറണാകുളത്തിൻ്റെ എല്ലാ കുറഞ്ഞ ദൂരപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെയൊക്കെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ചെന്നാൽ കരിങ്കൽ ക്വാറികളും പ്ലൈവുഡ് ഫാക്ടറികളുമായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെയൊക്കെ IT പാർക്കുകളോ അല്ലെങ്കിൽ വലിയ ഇൻഫോ പാർക്കുകളോ ഒക്കെ നമുക്ക് സ്ഥാപിക്കാനുള്ള സ്ഥലവും ഏരിയയും നമുക്ക് കുറഞ്ഞ ചെലവിൽ ലഭ്യമാകും. അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകളിലേക്കാണ് പോകേണ്ടത്. തൊടുപുഴയിലെ കുറിച്ച് പറയുമ്പോൾ തൊടുപുഴയുടെ പുറത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ളൊരു പ്രചരണം കൂടി വന്നിട്ട് താങ്കൾ അതിനെക്കുറിച്ചൊന്ന് പറയും. തൊടുപുഴ, എനിക്കത് കേൾക്കുമ്പോൾ അതിശയമാണ്. എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന പുറപ്പുഴ പഞ്ചായത്തിലുള്ള ആളുകളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം. ആ അതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകളിൽ ഒന്നിലാണ് എൻ്റെ വീടിരിക്കുന്നത്, വെളിയന്നൂർ പഞ്ചായത്ത്. അപ്പോൾ തൊട്ടടുത്ത നാട്ടുകാരനാണ് ഞാൻ. അതിലൊക്കെ ഉപരി തൊടുപുഴയിൽ ഞങ്ങളെ സംബന്ധിച്ച് എല്ലാവിധമായ ബന്ധങ്ങളും ഉള്ള വലിയ ഒരു മേഖലയാണ്. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒക്കെയും സ്ഥിരമായി പതിറ്റാണ്ടുകളായി താമസിക്കുന്ന ഒരു പ്രദേശമാണ്. എന്നെ സംബന്ധിച്ച് സംഘടനാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി ഈ മേഖലകളിൽ ആകെ നിറഞ്ഞു നിൽക്കാനായിട്ട് ഇത് 1, 2, 4, 5 വർഷമോ ഒന്നുമല്ല,
10-20 വർഷത്തിലധികമായി തൊടുപുഴ. എന്തിന്, ഞങ്ങൾ പാർട്ടി ഒരുമിച്ച് നിന്ന കാലം മുഴുവൻ ജോസഫ് ഗ്രൂപ്പിന്റെ ഓഫീസിൽ ഞങ്ങൾ അവിടെ വന്ന് എത്രയോ കാലം വിദ്യാർത്ഥി സംഘടനകളുടെ യോഗങ്ങൾ ചേർന്നിരിക്കുന്നു, വിദ്യാർത്ഥി സംഘടനകളുടെ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നു. അന്നൊന്നും കാണാത്ത ആളുകളാണ് ഇന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ നേതാക്കളാണെന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പം ഞാൻ ആരെയും വ്യക്തിപരമായി വിമർശിക്കാനോ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ അത്തരത്തിൽ വരുന്ന ആളുകൾ, ഞാൻ പുറത്തു നിന്നാണെന്ന് പറയുന്ന ആളുകൾ ഇത്ര നാളും എവിടെയായിരുന്നു എന്നുള്ളതുമൊക്കെ ചോദ്യചിഹ്നമാണ്. ഈ തൊടുപുഴയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും ആദ്യം ഇടപെടേണ്ട ഒരു ഇപ്പോൾ പല കാര്യങ്ങൾ താങ്കൾ പറഞ്ഞെങ്കിലും താങ്കൾ MLA ആയി വരുമ്പോൾ തൊടുപുഴയിൽ ഏറ്റവും ആദ്യം ഇടപെടൽ നടത്തേണ്ടതായി തോന്നുന്ന ഒരു കാര്യം ഏതാണെന്ന് തോന്നുന്നു? ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ പറയുന്നത് പോലെ, ചില ആളുകളെങ്കിലും പറഞ്ഞിട്ടുള്ളത് പോലെ, പാലായിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ നമ്മുടെ നെല്ലാപ്പാറ മുതലുള്ള ആ റോഡിന്റെ അലൈൻമെന്റിന്റെ പരിശോധന നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അവിടെയാണ് അപകടങ്ങൾ കൂടുതൽ. അപ്പൊ തീർച്ചയായും അപ്പൊ അലൈൻമെന്റിന്റെ പരിശോധനയ്ക്കായിരിക്കും ആദ്യം ശ്രമം നടത്തുക, പിന്നീടായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക്. ഓക്കെ. ഈ ജോസഫ് ഗ്രൂപ്പ്, കേരള കോൺഗ്രസ്, ഇങ്ങനെയുള്ള ഒരു കേരള കോൺഗ്രസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ UDF പോകാനുള്ള ഒരു ശ്രമം നടന്നു എന്ന് പറയുന്ന വലിയ രീതിയിൽ സൈബറിടങ്ങൾ ചർച്ചയാക്കിയിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ്. വീണ്ടും നമ്മൾ LDF-നൊപ്പം നിൽക്കുന്നു. എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങളൊക്കെ? വളരെ സജീവമായിട്ട് തന്നെ LDF ഹാൻഡിലുകളിൽ നടക്കുന്നുണ്ടോ? വളരെ സുന്ദരമായിട്ടല്ലേ ഇവിടെ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നത്. ഞാൻ ഇന്നും ഓർക്കുന്നു, പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി തന്നെ പറഞ്ഞു, അവർക്ക് വേണമെങ്കിൽ UDF-ൽ നിന്ന് അവരെ വലിയ രീതിയിൽ ജോസഫ് ഗ്രൂപ്പ് ബുദ്ധിമുട്ടുന്നുണ്ട്, വേണമെങ്കിൽ അവർക്ക് തറവാട്ടിലേക്ക് തിരിച്ചു വരാം, അതിനുള്ള സാഹചര്യം ഉണ്ടെന്നാണ് പാർട്ടി ചെയർമാൻ പറഞ്ഞത്. ഇന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇന്ന് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കോൺഗ്രസ് അല്ലെങ്കിൽ പോകുന്നത് കൊണ്ട്, ഞങ്ങളെ മുന്നണിക്കകത്തുനിന്ന് ഞങ്ങളെ പുറത്താക്കിയത് കൊണ്ട് ഇന്ന് ഞങ്ങളുടെ പാർട്ടി 5 ടിക്കറ്റിൽ മത്സരിക്കുക. ഇന്ന് ജോസഫ് ഗ്രൂപ്പിന് ഇന്ന് കോൺഗ്രസ് എന്താണ് സ്ഥാനം നൽകിയിരിക്കുന്നത് എന്നുള്ളത് ഇവിടുത്തെ സീറ്റുകളുടെ എണ്ണം പരിശോധിച്ചാൽ മനസ്സിലാവും. ആ പാർട്ടിയുടെ യഥാർത്ഥത്തിൽ അസ്തിത്വം എന്താണെന്നുള്ളതിനെ കുറിച്ച് കോൺഗ്രസിന് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് അവർ കഴിഞ്ഞ കാലങ്ങളിൽ അവർ ഏതെല്ലാം രീതിയിൽ പ്രവർത്തിച്ചു, ആ പ്രവർത്തനങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നണിയിൽ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ, എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി ഇവിടെ 5 നിയോജകമണ്ഡലങ്ങളിൽ LDF-ന്റെ ജില്ലാ നേതാക്കളെല്ലാം വളരെ കൃത്യമായി യോഗങ്ങൾ ചേർന്ന്, ഞാനിവിടെ വന്നതിന് ശേഷം എൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളല്ലേ ആയുള്ളൂ, CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും CPI-യുടെ ജില്ലാ സെക്രട്ടറിയും മാണി ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് 2 യോഗങ്ങൾ, ജില്ലാ നേതാക്കൾ വന്ന് ഇവിടെ 2 യോഗങ്ങൾ ചേരുന്നു. പാർട്ടിയുടെ പ്രധാന സംസ്ഥാന നേതാക്കൾ വരുന്നു. PK വിജു ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ട് പോകുന്ന ഒരു സാഹചര്യം. ഞാൻ സൂചിപ്പിച്ചത്, ഇതൊന്നും കോൺഗ്രസിൽ സ്വപ്നം കാണാനേ സാധിക്കുകയുള്ളൂ.